തീർച്ചയായും. മിൽമ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 പരീക്ഷയ്ക്കായി സിലബസ് അടിസ്ഥാനമാക്കിയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും താഴെ നൽകുന്നു. പഠന സൗകര്യത്തിനായി ഇവയെ വിവിധ വിഭം 1. പാൽ, അടിസ്ഥാന അറിവ് ആൻഡ് ഘടകങ്ങൾ. 1. പാലിലെ പ്രധാന പ്രോട്ടീൻ ഏതാണ്? ഉത്തരം കേസിലിൻ, കേസീൻ. 2. പാലിലെ പഞ്ചസാര, മിൽക്ക് ഷുഗർ എന്നറിയപ്പെടുന്നതെന്ത്? ഉത്തരം ലാക്ടോസ്, ലാക്ടോസ്. 3. പശുവിൻ പാലിന് നേരിയ മഞ്ഞനിറം നൽകുന്ന ഘടകം. ഉത്തരം കരോട്ടിൻ, കാരോട്ടീൻ. 4. പാലിന്റെ അമ്ലത, pH വാല്യൂ സാധാരണയായി എത്രയാണ്? ഉത്തരം 6.4 മുതൽ 6.7 വരെ. 5. പാലിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പില്ലാത്ത ഖരരൂപത്തിലുള്ള പദാർത്ഥങ്ങളെ എന്ത് വിളിക്കുന്നു? ഉത്തരം SNF, സോളിഡ്സ് നോട്ട് ഫാറ്റ്. ഭാഗം 2. പാൽ സംസ്കരണം, മിൽക്ക് പ്രോസസ്സിംഗ്. 6. പാലിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന രീതി ഏത്? ഉത്തരം പാസ്ചറൈസേഷൻ, പാസ്ചറൈസേഷൻ. 7. HTST പാസ്ചറൈസേഷനിൽ പാൽ എത്ര താപനിലയിൽ ചൂടാക്കണം? ഉത്തരം 72 ക്യാരറ്റ് cc താപനിലയിൽ 15 സെക്കൻഡ്. 8. പാലിനെ ചെറിയ തുള്ളികളാക്കി മാറ്റി കൊഴുപ്പ് വേർതിരിയാതെ സൂക്ഷിക്കുന്ന പ്രക്രിയ. ഉത്തരം ഹോമോജനൈസേഷൻ, ഹോമോജനൈസേഷൻ. 9. പാലിന്റെ സാന്ദ്രത, സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ലാക്ടോമീറ്റർ, ലാക്ടോമീറ്റർ. 10. പാലിലെ കൊഴുപ്പിന്റെ അളവ്, ഫാറ്റ് കണ്ടന്റ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന പരിശോധന. ഉത്തരം ഗർബർ ടെസ്റ്റ്, ജെർബർ ടെസ്റ്റ്. ഭാഗം 3. മിൽമ ആൻഡ് മലബാർ മിൽമ MRCMPU. 11. മലബാർ മിൽമയുടെ MRCMPU ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കോഴിക്കോട്, പെരിങ്ങളം. 12. ഓപ്പറേഷൻ ഫ്ലഡ്, ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്ഷീരവികസനം, പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക. 13. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആര്? ഉത്തരം ഡോക്ടർ വർഗീസ് കുര്യൻ. 14. മിൽമയുടെ KCMMF രൂപീകരണം നടന്ന വർഷം. ഉത്തരം 1980. ഭാഗം 4. ക്ലീനിംഗ് ആൻഡ് ശുചിത്വം. 15. ഡയറി പ്ലാന്റുകളിൽ ക്ലീനിങ്ങിനായി സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതി. ഉത്തരം CIP, ക്ലീനിംഗ് ഇൻ പ്ലേസ്. 16. ഡയറി ഉപകരണങ്ങളിലെ മിൽക്ക് സ്റ്റോൺ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഉത്തരം ആസിഡ് ക്ലീനറുകൾ. ഭാഗം 5. അനുബന്ധ വിഷയങ്ങൾ, അലൈഡ് സബ്ജക്ട്സ്. 17. മുറിവുകളിൽ നിന്ന് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. ഉത്തരം വിറ്റാമിൻ K. 18. അന്താരാഷ്ട്ര ക്ഷീരദിനം എന്ന് ആഘോഷിക്കുന്നു. ഉത്തരം ജൂൺ 1. കൂടുതൽ ചോദ്യങ്ങൾക്കായി നമുക്ക് മുന്നോട്ട് പോകണോ? ഭാഗം 6. പാലുൽപ്പന്നങ്ങൾ, മിൽക്ക് പ്രോഡക്ട്സ്. 19. തൈര്, കേർഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? ഉത്തരം ലാക്ടോബാസിലസ്, ലാക്ടോബാസിലസ്. 20. വെണ്ണയിൽ ബട്ടർ അടങ്ങിയിരിക്കേണ്ട കുറഞ്ഞ കൊഴുപ്പിന്റെ ശതമാനം എത്ര? ഉത്തരം 80%. 21. പാലിനെ ബാഷ്പീകരിച്ച് ഇവപൊറേഷൻ ജലാംശം കുറച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നം. ഉത്തരം കണ്ടൻസ്ഡ് മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്ക്. 22. പനീർ നിർമ്മാണത്തിനായി പാൽ കട്ടപിടിപ്പിക്കാൻ കോയാഗുലേഷൻ സാധാരണയായി ഉപയോഗിക്കുന്നതെന്ത്? ഉത്തരം സിട്രിക് ആസിഡ്, സിട്രിക് ആസിഡ് അല്ലെങ്കിൽ നാരങ്ങാനീര്. 23. നെയ്യിലെ ഗീ ജലാംശം എത്ര ശതമാനത്തിൽ താഴെയായിരിക്കണം? ഉത്തരം 0.5%. ഭാഗം 7. ഡയറി പ്ലാന്റ് ഉപകരണങ്ങൾ, ഡയറി പ്ലാന്റ് ഇക്വിപ്മെന്റ്. 24. പാൽ തണുപ്പിച്ച് സൂക്ഷിക്കുന്നതിന് ഡയറി പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ചില്ലറുകൾ, ചില്ലേഴ്സ് അല്ലെങ്കിൽ ബൾക്ക് മിൽക്ക് കൂളറുകൾ, BMC. 25. പാൽ പാസ്ചറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനികമായ ഉപകരണം ഏത്? ഉത്തരം പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ, പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ, PHE. 26. പാലിൽ നിന്ന് ക്രീം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം സെൻട്രിഫ്യൂഗൽ ക്രീം സെപ്പറേറ്റർ, സെൻട്രിഫ്യൂഗൽ ക്രീം സെപ്പറേറ്റർ. 27. പാൽക്കാനുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം. ഉത്തരം ക്യാൻ വാഷർ, ക്യാൻ വാഷർ. ഭാഗം 8. പാലിന്റെ ഗുണനിലവാരവും സുരക്ഷാ മാനദണ്ഡങ്ങളും. 28. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റ്. ഉത്തരം ലാക്ടോമീറ്റർ റീഡിംഗ്, ലാക്ടോമീറ്റർ റീഡിംഗ്. 29. പാലിന്റെ ഫ്രഷ്നസ് അറിയാൻ നടത്തുന്ന പ്രാഥമിക പരിശോധന ഏത്? ഉത്തരം ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ്, ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ്. മണം, രുചി, നിറം എന്നിവ പരിശോധിക്കൽ. 30. ഇന്ത്യയിൽ ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ഏജൻസി. ഉത്തരം FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. 31.
പാലിൽ സ്റ്റാർച്ച് ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനി. ഉത്തരം അയോഡിൻ ലായനി, അയോഡൈൻ സൊല്യൂഷൻ. ഭാഗം 9. പൊതുവായ അറിവും മലബാർ മിൽമയും. 32. മലബാർ മിൽമയുടെ പരിധിയിൽ വരുന്ന ജില്ലകൾ ഏതെല്ലാം? ഉത്തരം കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്. 33. ക്ഷീര സഹകരണ സംഘങ്ങളുടെ പ്രവർത്തന മാതൃക അറിയപ്പെടുന്നത്? ഉത്തരം ആനന്ദ് പാറ്റേൺ. 34. പാലിന്റെ അളവ് തൂക്കത്തിന് പകരം ലിറ്ററിൽ അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട താപനില? ഉത്തരം 20 കാരറ്റ് SAR/cc. അടുത്ത ഘട്ടം. ഭാഗം 10. ഡയറി പ്ലാന്റ് ഉപകരണങ്ങൾ. കൂടുതൽ വിവരങ്ങൾ. 35. പാലിനെ പെട്ടെന്ന് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏത്? ഉത്തരം സർഫേസ് കൂളർ അല്ലെങ്കിൽ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. 36. പാലിലെ ബാക്ടീരിയകളെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന പ്രക്രിയ? ഉത്തരം ബാക്ടോഫ്യൂഗേഷൻ. 37. പാൽ പാക്കറ്റുകൾ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ? ഉത്തരം ഫോം ഫിൽ സീൽ FFS മെഷീൻ. 38. ഡയറിയിൽ തണുത്ത വെള്ളം ചിൽഡ് വാട്ടർ സംഭരിച്ചു വയ്ക്കുന്ന ടാങ്ക്? ഉത്തരം ഐസ് ബാങ്ക് ടാങ്ക്, IBT. ഭാഗം 11. ഗുണനിലവാര പരിശോധന, ക്വാളിറ്റി കൺട്രോൾ. പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ടത്. 39. പാലിന്റെ അസിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH. 40. പാലിന്റെ പാസ്ചറൈസേഷൻ ശരിയായി നടന്നോ എന്ന് പരിശോധിക്കാനുള്ള ടെസ്റ്റ്? ഉത്തരം ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. 41. പാലിൽ യൂറിയ ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്? ഉത്തരം പാരാഡൈമിഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് ടെസ്റ്റ്, DMAB ടെസ്റ്റ്. 42. പാലിന്റെ സാന്ദ്രത ഡെൻസിറ്റി കണക്കാക്കാൻ ലാക്ടോമീറ്റർ ഉപയോഗിക്കുമ്പോൾ പാലിലെ താപനില എത്രയായിരിക്കണം? ഉത്തരം 29 കാരറ്റ് SAR/cc, 84 കാരറ്റ് SAR/cf. ഭാഗം 12. അടിയന്തര പ്രഥമ ശുശ്രൂഷ, എമർജൻസി ഫസ്റ്റ് എയ്ഡ്. 43. പൊള്ളലേറ്റ ഭാഗത്ത് ആദ്യം ചെയ്യേണ്ടത് എന്ത്? ഉത്തരം ധാരാളം തണുത്ത വെള്ളം ഒഴിക്കുക. 44. ഹൃദയമിടിപ്പ് നിലച്ച ഒരാൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷ? ഉത്തരം CPR, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. 45. ഷോക്കേറ്റ ഒരാളെ മാറ്റാൻ ഉപയോഗിക്കേണ്ട വസ്തു? ഉത്തരം ഉണങ്ങിയ മരക്കഷ്ണം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ. ഭാഗം 13. ബേസിക് ഇംഗ്ലീഷ് ആൻഡ് ഗണിതം, അലൈഡ് സബ്ജക്ട്സ്. 46. ദ മിൽക്ക് ഇസ് അണ്ടർസ്കോർ ദ ബോട്ടിൽ. ശരിയായ പ്രിപ്പോസിഷൻ ചേർക്കുക. ഉത്തരം ഇൻ. ദ മിൽക്ക് ഇസ് ഇൻ ദ ബോട്ടിൽ. 47. 10 ലിറ്റർ പാലിൽ 3% കൊഴുപ്പുണ്ടെങ്കിൽ ആകെ കൊഴുപ്പിന്റെ അളവ് എത്ര? ഉത്തരം 300 ഗ്രാം. 10 × 0.03 0.3 കിലോഗ്രാം. 48. പാലിന്റെ അളവ് ലിറ്ററിൽ നിന്ന് കിലോഗ്രാമിലേക്ക് മാറ്റാൻ എന്തു ചെയ്യണം? ഉത്തരം വോളിയത്തെ സാന്ദ്രത സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് ഗുണിക്കണം. മാസ് വോളിയം ടൈംസ് ഡെൻസിറ്റി. ഭാഗം 14. മലബാർ മിൽമ പൊതുവിജ്ഞാനം. 49. മലബാർ മിൽമയുടെ ലോഗോയിൽ കാണുന്ന ചിഹ്നം? ഉത്തരം തുള്ളി, ഡ്രോപ്പ്. 50. കേരളത്തിലെ ആദ്യത്തെ പാൽ സഹകരണ സംഘം എവിടെയായിരുന്നു? ഉത്തരം തിരുവനന്തപുരം, 1947 ട്രിവാൻഡ്രം മിൽക്ക് സപ്ലൈ യൂണിയൻ. ഇപ്പോൾ നമ്മൾ തീർച്ചയായും. ഭാഗം 15. പാലിന്റെ രാസഘടന, ഡയറി കെമിസ്ട്രി. 51. പാലിലെ കൊഴുപ്പ് ഏത് രൂപത്തിലാണ് അടങ്ങിയിരിക്കുന്നത്? ഉത്തരം എമൽഷൻ. 52. പാലിലെ പ്രോട്ടീനുകൾ ഏത് രൂപത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം കൊളോയിഡൽ. 53. പാലിന്റെ തിളനില ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? ഉത്തരം 100.17 കാരറ്റ് SAR/cc, വെള്ളത്തേക്കാൾ അല്പം കൂടുതൽ. 54. പാലിലെ അമ്ലത അസിഡിറ്റി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ഏത്? ഉത്തരം ഫിനോൾഫ്തലീൻ. 55. പാലിലെ ഖരരൂപത്തിലുള്ള പദാർത്ഥങ്ങൾ ടോട്ടൽ സോളിഡ്സ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം റിഫ്രാക്ടോമീറ്റർ അല്ലെങ്കിൽ ഗ്രാവിമെട്രിക് രീതി. ഭാഗം 16. പാൽ സംസ്കരണ സാങ്കേതിക വിദ്യ, പ്രോസസിംഗ് ടെക്നോളജി. 56. പാലിലെ എൻസൈമുകളെ നശിപ്പിക്കാൻ നടത്തുന്ന പ്രക്രിയ ഏത്? ഉത്തരം ബ്ലാഞ്ചിങ് അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ. 57. UHT അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷനിൽ പാൽ എത്ര താപനിലയിൽ ചൂടാക്കുന്നു? ഉത്തരം 135 കാരറ്റ് SAR/cc മുതൽ 150 കാരറ്റ് SAR/cc വരെ, 1 മുതൽ 2 സെക്കൻഡ് വരെ.
58. പാലിലെ വെള്ളം നീക്കം ചെയ്ത് പാൽപ്പൊടിയാക്കാൻ മിൽക്ക് പൗഡർ ഉപയോഗിക്കുന്ന രീതി ഏത്? ഉത്തരം സ്പ്രേ ഡ്രൈയിങ്. സ്പ്രേ ഡ്രൈയിങ്. 59. പാൽ തണുപ്പിക്കുന്നതിന്റെ ചില്ലിംഗ് പ്രധാന ലക്ഷ്യമെന്ത്? ഉത്തരം ബാക്ടീരിയകളുടെ വളർച്ച തടയുക. ഭാഗം 17. മൈക്രോബയോളജിയും ശുചിത്വവും. 60. പാലിൽ സാധാരണയായി കണ്ടുവരുന്ന ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഏത്? ഉത്തരം സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടീസ്. സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടീസ്. 61. പാൽ കേടാകുന്നതിന് സൗറിങ് കാരണമാകുന്ന പ്രക്രിയ? ഉത്തരം ഫെർമെന്റേഷൻ. ഫെർമെന്റേഷൻ. 62. പ്ലാന്റിലെ തറയും ഭിത്തിയും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന കെമിക്കൽ? ഉത്തരം കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ -NaOH. ഭാഗം 18. പ്ലാന്റ് മെയിന്റനൻസ് ആൻഡ് സേഫ്റ്റി. 63. ബോയിലറുകളിൽ സ്കെയിൽ രൂപപ്പെടുന്നത് തടയാൻ എന്തു ചെയ്യണം? ഉത്തരം വെള്ളം മൃദുവാക്കണം. വാട്ടർ സോഫ്റ്റനിങ്. 64. പ്ലാന്റിലെ പൈപ്പുകളിൽ പാൽ കട്ടപിടിക്കുന്നത് തടയാൻ ചെയ്യുന്ന ശുദ്ധീകരണ രീതി? ഉത്തരം ആൽക്കലൈൻ ക്ലീനിംഗ്. 65. ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറന്റ് സാധാരണയായി ഏതാണ്? ഉത്തരം അമോണിയ. NH_3. ഭാഗം 19. പാലിന്റെ അളവും ഗുണനിലവാരവും. 66. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത സ്പെസിഫിക് ഗ്രാവിറ്റി സാധാരണയായി എത്രയാണ്? ഉത്തരം 1.02. 8 മുതൽ 1.032 വരെ. 67. പാലിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്ര? ഉത്തരം -0.52 CC മുതൽ -0.56 CC വരെ. 68. പാലിൽ വെള്ളം ചേർത്താൽ ഫ്രീസിംഗ് പോയിന്റിന് എന്ത് സംഭവിക്കും? ഉത്തരം ഫ്രീസിംഗ് പോയിന്റ് 0 CC അടുക്കുന്നു. നമുക്ക് ലക്ഷ്യത്തിലേക്ക് 250 ചോദ്യങ്ങൾ വേഗത്തിലെത്താം. സിലബസിലെ ക്ലീനിംഗ് കെമിക്കലുകൾ, ലബോറട്ടറി പരിശോധനകൾ, മലബാർ മിൽമയുടെ ചരിത്രം എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ താഴെ നൽകുന്നു. ഭാഗം 20. ക്ലീനിംഗ് കെമിക്കലുകൾ. ക്ലീനിംഗ് കെമിക്കൽസ്. 69. ഡയറിയിൽ സാനിറ്റൈസറായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏത്? ഉത്തരം ക്ലോറിൻ. 70. പാലിലെ കൊഴുപ്പ് ഫാറ്റ് നീക്കം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ക്ലീനർ? ഉത്തരം ആൽക്കലൈൻ ക്ലീനറുകൾ. ഉദാഹരണം കോസ്റ്റിക് സോഡ. 71. പൈപ്പുകളിലെയും ടാങ്കുകളിലെയും ധാതു ലവണങ്ങൾ മിനറൽ ഡെപ്പോസിറ്റ്സ് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ഉത്തരം ആസിഡ് ക്ലീനറുകൾ. ഉദാഹരണം നൈട്രിക് ആസിഡ്. 72. ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ കാഠിന്യം ഹാർഡ്നെസ് അളക്കുന്നതെങ്ങനെ? ഉത്തരം ppm പാർട്സ് പെർ മില്യൺ എന്ന യൂണിറ്റിൽ. ഭാഗം 21. ലബോറട്ടറി പരിശോധനകൾ, ലബോറട്ടറി ടെസ്റ്റ്സ്. 73. ഗർബർ ടെസ്റ്റ് ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം സൾഫ്യൂറിക് ആസിഡ്. H_2 SO_4. 74. ഗർബർ ടെസ്റ്റിൽ കൊഴുപ്പ് വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന ആൽക്കഹോൾ? ഉത്തരം അമൈൽ ആൽക്കഹോൾ. 75. പാലിന്റെ അമിത അമ്ലത ഹൈ ആസിഡിറ്റി പരിശോധിക്കാൻ നടത്തുന്ന എളുപ്പത്തിലുള്ള ടെസ്റ്റ്? ഉത്തരം കോപ്പ് ടെസ്റ്റ്. ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ്. 76. പാലിൽ മൈക്രോബിയൽ ലോഡ് ബാക്ടീരിയയുടെ അളവ് അറിയാൻ നടത്തുന്ന ടെസ്റ്റ്? ഉത്തരം MBRT മെഥിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. 77. നല്ല ഗുണനിലവാരമുള്ള പാലിന് MBRT സമയം എത്രയായിരിക്കണം? ഉത്തരം 5 മണിക്കൂറിൽ കൂടുതൽ. ഭാഗം 22. മലബാർ മിൽമയുടെ ചരിത്രവും ദർശനവും. പാർട്ട് ബി. അലൈഡ് സബ്ജക്ട്സ്. 78. മലബാർ റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ MRCMPU സ്ഥാപിതമായ വർഷം? ഉത്തരം 1986. 79. മലബാർ മിൽമയുടെ കീഴിലുള്ള ആദ്യത്തെ ഡയറി പ്ലാന്റ് ഏതാണ്? ഉത്തരം കസബ ഡയറി, കോഴിക്കോട്. 80. കേരളത്തിലെ ക്ഷീരസഹകരണ സംഘങ്ങളുടെ ഉന്നത സംഘടന ഏപെക്സ് ബോഡി ഏത്? ഉത്തരം KCMMF, കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. 81. മലബാർ മിൽമയുടെ ആപ്തവാക്യം, ടാഗ് ലൈൻ എന്താണ്? ഉത്തരം പ്രകൃതിയുടെ വരദാനം, നേച്ചേഴ്സ് ഗിഫ്റ്റ്. ഭാഗം 23. പാലിന്റെ സംഭരണവും വിതരണവും. 82.
പാലിന്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന പ്രകൃതിദത്തമായ രാസവസ്തു. ഉത്തരം എൻസൈമുകൾ. ഉദാഹരണം ലാക്ടോപെറോക്സിഡേസ്. 83. പാലിലെ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയ. ഉത്തരം ഡീഎയറേഷൻ. 84. ഇൻസുലേറ്റഡ് ടാങ്കുകളിൽ പാൽ സൂക്ഷിക്കുമ്പോൾ 24 മണിക്കൂറിൽ താപനിലയിലുണ്ടാകാവുന്ന പരമാവധി മാറ്റം. ഉത്തരം 1 കാരറ്റ് സേഴ്സി മുതൽ 2 കാരറ്റ് സേഴ്സി വരെ മാത്രം. ഭാഗം 24. പേഴ്സണൽ ഹൈജീൻ. 85. പ്ലാന്റിൽ ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ധരിക്കേണ്ട വസ്ത്രങ്ങൾ. ഉത്തരം വൈറ്റ് ഏപ്രണുകൾ, ഹെഡ് ഗിയർ, ഗം ബൂട്ടുകൾ. 86. പ്ലാന്റിൽ പ്രവേശിക്കുന്നതിന് മുൻപ് കൈകൾ കഴുകാൻ ഉപയോഗിക്കുന്ന ലായനി. ഉത്തരം അയോഡോഫോർ അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ. ഇപ്പോൾ നമ്മൾ 25. പാൽ സംസ്കരണത്തിലെ സാങ്കേതിക വിദ്യകൾ. മോർ ഓൺ പ്രോസസ്സിംഗ്. 87. പാലിലെ ദുർഗന്ധം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? ഉത്തരം വാക്യൂം ഡീഎയറേഷൻ. 88. പാസ്ചറൈസേഷന് ശേഷം പാൽ എത്ര ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉടൻ തണുപ്പിക്കണം? ഉത്തരം 4 കാരറ്റ് സെഴ്സ്കിസി അല്ലെങ്കിൽ അതിൽ താഴെ. 89. പാലിനെ അൾട്രാ ഹൈ ടെമ്പറേച്ചറിൽ UHT ചൂടാക്കിയ ശേഷം പാക്ക് ചെയ്യുന്ന രീതി. ഉത്തരം അസെപ്റ്റിക് പാക്കേജിംഗ്. 90. ക്രീം സെപ്പറേറ്ററിലെ ഡിസ്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം പാലൊഴുകുന്ന ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കാനും ക്രീം വേർതിരിക്കൽ വേഗത്തിലാക്കാനും. ഭാഗം 26. ഗുണനിലവാര പരിശോധന 2ാം ഘട്ടം. 91. പാലിലെ കട്ടി, വിസ്കോസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം വിസ്കോമീറ്റർ. 92. പാലിൽ ഫോർമാലിൻ ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എന്തിനാണ്? ഉത്തരം പാൽ കേടാകാതിരിക്കാൻ ചേർക്കുന്ന പ്രിസർവേറ്റീവ് ആണോ എന്ന് കണ്ടെത്താൻ. 93. പാലിലെ ലാക്ടോസിന്റെ അളവ് കുറയുമ്പോൾ പാലിന്റെ രുചിയിൽ എന്ത് മാറ്റം വരും? ഉത്തരം ഉപ്പുരസം, സാൾട്ടി ടേസ്റ്റ് കൂടും. മിക്കവാറും അകിട് വീക്കം അല്ലെങ്കിൽ മസ്റ്റൈറ്റിസ് ഉള്ള പശുക്കളുടെ പാലിൽ. 94. പൈപ്പറ്റ് ലാബിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം കൃത്യമായ അളവിൽ ദ്രാവകങ്ങൾ അളന്നെടുക്കാൻ. ഭാഗം 27. അടിസ്ഥാന ഗണിതം, ബേസിക് മാത്തമാറ്റിക്സ്, പാർട്ട് ബി. 95. 500 ലിറ്റർ പാലിനെ 500 മില്ലി ലിറ്റർ പാക്കറ്റുകളിലാക്കിയാൽ ആകെ എത്ര പാക്കറ്റുകൾ ലഭിക്കും? ഉത്തരം 1000 പാക്കറ്റുകൾ. 500/0.5 സമം 1000. 96. 1 കിലോ ലിറ്റർ എന്നാൽ എത്ര ലിറ്റർ ആണ്? ഉത്തരം 1000 ലിറ്റർ. 97. പാലിന്റെ വില ലിറ്ററിന് 50 രൂപയാണെങ്കിൽ 2.5 ലിറ്റർ പാലിന്റെ വില എത്ര? ഉത്തരം 125 രൂപ. 50 ടൈംസ് 2.5. 98. ഒരു വൃത്തത്തിന്റെ ചുറ്റളവ്, സർക്കംഫറൻസ് കാണാനുള്ള സൂത്രവാക്യം. ഉത്തരം 2πr. ഭാഗം 28. അടിസ്ഥാന ഇംഗ്ലീഷ്, ബേസിക് ഇംഗ്ലീഷ്, പാർട്ട് ബി. 99. മിൽക്ക് ഇസ് എ അണ്ടർസ്കോർ ഫുഡ്. ശരിയായ വാക്ക് ചേർക്കുക. കംപ്ലീറ്റ്ലി. ഉത്തരം കംപ്ലീറ്റ്. 100. ഡയറി എന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഉത്തരം പലപ്പോഴും ഡയറി എന്ന് തെറ്റായി എഴുതാറുണ്ട്. 101. കൗ എന്ന വാക്കിന്റെ ബഹുവചനം പ്ലൂറൽ എന്ത്? ഉത്തരം കൗസ്. ഭാഗം 29. പ്രഥമ ശുശ്രൂഷയും സുരക്ഷയും, സേഫ്റ്റി ആൻഡ് ഫസ്റ്റ് എയ്ഡ്. 102. പ്ലാന്റിലെ ഗ്യാസ് ചോർച്ചയുണ്ടായാൽ ആദ്യം ചെയ്യേണ്ടതെന്ത്? ഉത്തരം എമർജൻസി അലാറം മുഴക്കുകയും മാസ്ക് ധരിക്കുകയും ചെയ്യുക. 103. രക്തസ്രാവം തടയാൻ മുറിവിന് മുകളിൽ കൊടുക്കുന്ന മർദ്ദം എന്ത് വിളിക്കപ്പെടുന്നു? ഉത്തരം ഡയറക്റ്റ് പ്രഷർ. 104. പ്ലാന്റിൽ ഉപയോഗിക്കുന്ന അഗ്നിശമന ഉപകരണം, ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഏത് തരത്തിലുള്ള തീ അണയ്ക്കാനാണ്? ഉത്തരം തീയുടെ ഉറവിടമനുസരിച്ച്. ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽ തീയാണെങ്കിൽ CO_2 എക്സ്റ്റിംഗ്വിഷർ. ഭാഗം 30. പ്ലാന്റ് അസിസ്റ്റന്റ് മൈനസ്, പൊതുവായ അറിവ്. 105. പ്ലാന്റിലെ പൈപ്പുകൾ ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം സ്റ്റെയിൻലെസ് സ്റ്റീൽ, സാധാരണയായി SS304 അല്ലെങ്കിൽ SS316 ഗ്രേഡ്. 106. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാൻ കാരണമെന്ത്? ഉത്തരം തുരുമ്പ് പിടിക്കില്ല, കറോഷൻ റെസിസ്റ്റന്റ്, വൃത്തിയാക്കാൻ എളുപ്പമാണ്. 107. പാലിനെ പാക്കറ്റുകളിലാക്കുന്ന പ്ലാസ്റ്റിക് ഫിലിം ഏത് മെറ്റീരിയൽ കൊണ്ടുള്ളതാണ്? ഉത്തരം LDPE, ലോ ഡെൻസിറ്റി പോളിയെഥിലീൻ. ഇപ്പോൾ നമ്മൾ 107